രണ്ട് പാമ്പുകളായിട്ട് കയറിയിരിക്കുന്നത്. അയ്യോ സ്ക്രോളിംഗ്. ഹായ്, ഹലോ, ശലോം, നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മീനാച്ചി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റീന ജോൺസൺ. 3-4 ദിവസമായിട്ട് നല്ലതുപോലെ പനിച്ചു കിടക്കുകയായിരുന്നു. എങ്കിലും ഈ മഞ്ഞും മഴയും തണുപ്പുമുള്ള ഈ വെളുപ്പാങ്കാലത്ത് ഞാനൊരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ? ഇതിപ്പം നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ ഞാൻ പോകുന്നത് പാമ്പുകളുടെ ലോകത്തേക്കാണ്, പുതിയൊരു കാഴ്ചകളിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പർ ഗലീലയുടെ താഴ്വരയിലുള്ള കിബൂട്സ് ഡെ നെഹമ്യായിലെ ഏലി ബൂർസ്റ്റീൻ്റെ റെപ്റ്റൈൽസ് ഫാമിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇദ്ദേഹമാണ് ഈ റെപ്റ്റൈൽസ് ഫാമിൻ്റെ ഉടമയായ ഏലി ബൂർസ്റ്റീൻ. പാമ്പുകൾ, പല്ലികൾ, മുതലകൾ, ആമകൾ തുടങ്ങി കശേരു വിഭാഗത്തിലെ ജീവികളെയാണ് ഇദ്ദേഹം ഇവിടെ വളർത്തുന്നത്. മധ്യ അമേരിക്കയിൽ നിന്നുള്ള ടാരൻറ്റുല, ഓസ്ട്രേലിയൻ ലീഫ് റോച്ചസ് തുടങ്ങി പല നിറത്തിലും പല വലിപ്പത്തിലുമുള്ള നിരവധി പാമ്പുകളാണ് ഇവിടെയുള്ളത്. ഒരു പാമ്പുകളുടെ ലോകമെന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിവിടെ വിശേഷിപ്പിക്കാം. 1.5 മണിക്കൂർ സമയമാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. ഈ സമയത്ത് വിഷമില്ലാത്തതും മനുഷ്യർക്ക് അപകടകരമല്ലാത്തതുമായ മൃഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. കൂടാതെ സന്ദർശകർക്ക് പാമ്പുകളെ സ്പർശിക്കുകയും പിടിക്കുകയും ചിത്രമെടുക്കുകയും ചെയ്യാം. അതോടൊപ്പം അവരുടെ കൗതുകകരമായ ജീവിതത്തെക്കുറിച്ച് കേൾക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും അവയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുകയും ചെയ്യാം. 2 മുതൽ 120 വയസ്സ് വരെയുള്ള എല്ലാ പ്രായക്കാർക്കും ഇവിടെ വന്ന് പാമ്പുകളുമായി സല്ലപിക്കാനുള്ള അവസരമുണ്ട്. അപകടകരവും വിഷമുള്ളതുമായ മൃഗമായി പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പാമ്പുകൾ പെട്ടെന്ന് ഒരുതരം വളർത്തു മൃഗങ്ങളിലേക്ക് തിരിയുന്നതായി നമുക്ക് കാണാം. ഭയന്ന് വിറച്ചും കരഞ്ഞും ഇവിടെ എത്തുന്ന കുട്ടികൾ കുറച്ച് സമയം കൊണ്ട് തന്നെ പാമ്പുകളെ തൻ്റെ ഉറ്റ ചങ്ങാതിമാരാക്കി തിരിച്ചു പോകുന്ന കാഴ്ചകൾ നമ്മൾ കൗതുകമുണർത്തും. ഏലി ബൂർസ്റ്റീൻ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഓരോ ജീവികളെക്കുറിച്ച് വളരെ മനോഹരമായി വിശദീകരിച്ച് കൊടുക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം അകത്തേക്ക് പോയി കൂടിനുള്ളിൽ കിടന്നിരുന്ന പാമ്പുകൾ ഓരോന്നിനെയായി എടുത്തുകൊണ്ട് വന്ന് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ കൈകളിൽ ഓരോരുത്തരുടെയും കൈകളിലായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഒത്തിരി ഭയം തോന്നിയെങ്കിലും പിന്നീട് പാമ്പുകളുടെ ഒരു ഒരു വലിയൊരു കൂട്ടവും ഒരു ബഹളവും ഒരു മൊത്തം പാമ്പിൻ്റെ ആയിട്ടുള്ളൊരു ലോകമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കൗതുകരമായൊരു കാഴ്ചയായിരുന്നു അത്.
No, this is no. അയ്യോ Pero me lo prestas. അയ്യോ Why good? അയ്യോ Tadi. This good. No, this good. രണ്ട് പാമ്പുകളാണ് എന്റെ കയ്യിലിരിക്കുന്നത് രണ്ട് പാമ്പുകൾ No, nothing.